രാവിലത്തെ ചെറിയ വെയിൽ മലഗ്രാമത്തിലെ കുടിലുകളിൽ പതിയുകയായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു കുഗ്രാമമാണ്. ഇവിടെ കറണ്ടില്ല, നെറ്റ്വർക്ക് ഇല്ല, പിന്നെ പുതിയ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. സുരേഷ് ആ ഗ്രാമത്തിൽ നന്നായി പഠിച്ചവനും പക്ഷേ ജോലിയില്ലാത്തവനുമാണ്. ഉറക്കത്തിൽ നിന്നും എണീറ്റ് കതകിനടുത്തേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ലെറ്റർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അദ്ദേഹം ആ ലെറ്റർ എടുത്തു. പിന്നെ മനസ്സിൽ ഒരു വിധത്തിലുള്ള ചെറിയ പേടിയോടുകൂടി അത് പൊളിച്ചു. അതൊരു ജോലിക്കുള്ള ലെറ്ററാണ്. അതും പാരീസിലെ ഒരു കമ്പനിയിൽ നിന്നും. ആദ്യമായി സുരേഷിന്റെ കണ്ണുകളിൽ പ്രകാശം കാണാൻ സാധിച്ചു. അവിടെ നിന്നും സുഖമില്ലാതെ തന്റെ അമ്മയുടെ അടുത്തേക്ക് അദ്ദേഹം ഓടി. അവർ കട്ടിലിരുന്ന് ചുമയ്ക്കുകയായിരുന്നു. അമ്മേ, കണ്ടോ, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതും പാരീസിൽ. കമ്പനിയിലെ ആൾക്കാർ വിസ, പാസ്പോർട്ട് പിന്നെ ടിക്കറ്റും അളിച്ചിട്ടുണ്ട്. വളരെ നല്ല സാലറിയാണ്. സുരേഷിന്റെ അമ്മ കേട്ടുകൊണ്ടിരുന്നു. അവരുടെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. മോനെ, നിന്നെ ഇങ്ങനെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയാണോ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? ഞാൻ കരുതി നീ പഠിച്ച് ഈ ഗ്രാമത്തിനെ മാറ്റിക്കളയുമെന്ന്. അമ്മയുടെ വാക്കുകൾ കാറ്റിനെ പോലും കുറച്ചു സമയത്തേക്ക് നിശബ്ദമാക്കി. പക്ഷേ സുരേഷിന്റെ മനസ്സിൽ സിറ്റി, പിന്നെ സിറ്റിയെക്കുറിച്ചുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞുപോയി. മതി, നിർത്തൂ അമ്മേ. ഈ മോശമായ ഗ്രാമം എപ്പോഴും മാറില്ല. എനിക്ക് ഈ അവകാശത്തിന് വിടാൻ പറ്റില്ലായിരുന്നു. എനിക്ക് സുഖമില്ല മോനെ. വിഷമിക്കണ്ട അമ്മേ, നിങ്ങൾക്ക് ശരിയായി പോവും. എന്നെ പോകാൻ അനുവദിക്ക്. ഈ അവകാശം എനിക്ക് വീണ്ടും കിട്ടില്ല. ഒരുപാട് സംസാരിച്ചതിന് ശേഷം അമ്മ മനസ്സിൽ സങ്കടത്തോടെ അവനെ പോകാൻ അനുവദിച്ചു. അടുത്ത ദിവസം സുരേഷ് തന്റെ കൂട്ടുകാരായ പൂജയോടും നകുലിനോടും പറഞ്ഞിട്ട് പുറപ്പെട്ടു. അവൻ പാരീസിലേക്ക് ചെന്നു. പാരീസ് ആദ്യമായി അവന് ഒരു പുതിയ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. അവൻ ആത്മാർത്ഥമായി പണിയെടുത്തു. പിന്നെ കുറച്ചു ദിവസത്തിനകം നന്നായി കാശുണ്ടാക്കി. സിറ്റിയുടെ തിരക്കിനിടയിൽ അവൻ തന്നെത്താനെ മറന്നുപോയി. എന്തിനു പറയണം, തന്റെ അമ്മയെക്കുറിച്ച് തിരക്കാൻ പോലും അവൻ മറന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം അവൻ ലീവ് ചോദിച്ചിട്ട് ഈഫിൾ ടവർ കാണാനായി ചെന്നു. സമയം സന്ധ്യയാണ്. ടവർ നന്നായി തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണാൻ പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ വന്നിരുന്നു. ഏതോ ഒരു വിചിത്രമായ അത്ഭുതത്തിനു മുൻപ് നിൽക്കുന്നത് പോലെ. സുരേഷ് അവർക്കിടയിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അവൻ എന്തോ തനിച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ഇതിൽ അങ്ങനെ എന്താണുള്ളത്? ഉയരമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ടവറിനെ എൻ്റെ ഗ്രാമത്തിൽ പോലും എന്നെ കൊണ്ട് ഉരുവാക്കാൻ പറ്റും. പക്ഷെ അടുത്ത ക്ഷണം തന്നെ അവന്റെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. അവന്റെ അമ്മ പറഞ്ഞ പ്രകാശത്തെക്കുറിച്ച് ഓർമ്മ വന്നു. അതേ വെളിച്ചം അവന്റെ ഗ്രാമം ഇതുവരെ കണ്ടിട്ടേയില്ല. ഒരു പക്ഷേ എൻ്റെ ഗ്രാമത്തിലും ഇതുപോലെ വെളിച്ചമുണ്ടെങ്കിൽ ആൾക്കാർ അവിടേക്കും വരും. എൻ്റെ അമ്മ എപ്പോഴും ഇത് തന്നെയാണ് പറയും. അന്ന് രാത്രി അവന്റെ മനസ്സാകെ വിഷമത്തിലായി. പിന്നെ അവന് ജോലിയിൽ ശ്രദ്ധ കിട്ടിയതേ ഇല്ല. അമ്മയുടെ ഓർമ്മ, ഗ്രാമത്തിലെ മൺവാസന എല്ലാം അവനെ തിരികെ വരാനായി വിളിച്ചു. അവസാനം സുരേഷ് റെസിഗ്നേഷൻ നൽകി. പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. സുരേഷ് തന്റെ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ അവന്റെ കാലുകൾ ആകെ സ്തംഭിച്ചു പോയി. ഗ്രാമം മുങ്ങിപ്പോയി. ഭയങ്കരമായ വെള്ളത്തിൽ അവരുടെ വീടൊക്കെ പോയി. ജനങ്ങൾ കുറച്ചു ദൂരെ ടെന്റിൽ ജീവിക്കുകയായിരുന്നു. ഈ കാഴ്ച അവനെ മനസ്സിൽ കല്ലുകൊണ്ട് അടിച്ചതുപോലെ തോന്നി. അപ്പോഴാണ് പൂജയും നകുലും അവനെ കാണാനായി ഓടി വന്നത്. സുരേഷ്, നീ പോയതിനു ശേഷം ഭയങ്കര വെള്ളപ്പൊക്കം വന്നു. എല്ലാം തന്നെ അവസാനിച്ചു. ഗവൺമെന്റും നമുക്കൊരു സഹായവും ചെയ്തില്ല. സുരേഷിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എൻ്റെ അമ്മ എങ്ങനെ ഉണ്ട്? പൂജയുടെ സ്വരം ഉടഞ്ഞുപോയി. മഴ വെള്ളത്തിൽ തന്നെ. നിന്റെ അമ്മ നിന്നെ ഓർത്തുകൊണ്ട് മരിച്ചുപോയി. നിന്നെ അറിയിക്കാനായി ഞങ്ങൾ എത്രയോ ശ്രമിച്ചു നോക്കി. പക്ഷേ കമ്പനിക്കാർ കാര്യം നിന്നോട് പറഞ്ഞതേയില്ല. പിന്നെ നീയും ഒരു മറുപടിയും പറഞ്ഞില്ല. സുരേഷ് ആകെ സ്തംഭിച്ചു പോയി. അവൻ ഭയങ്കരമായി കരയാൻ തുടങ്ങി. അമ്മയുടെ വാക്കുകൾ, അവരുടെ വേദന, അവർ കാത്തുകൊണ്ടിരുന്നത്, ആ ഓർമ്മകളൊക്കെ അവന്റെ കണ്ണുകളിൽ വന്നുകൊണ്ടേയിരുന്നു. പാരീസിന്റെ വെളിച്ചം അവനെ കുരുടനാക്കി മാറ്റിയെന്ന് അവന് തോന്നാൻ തുടങ്ങി. സുരേഷ് ടെന്റിലുണ്ടായിരുന്ന ജനങ്ങൾ, പിന്നെ ഗ്രാമത്തിലുണ്ടായിരുന്ന ജനങ്ങളെയൊക്കെ ചെന്ന് കാണാൻ തുടങ്ങി. പിന്നെ അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും അവരുടെ വിഷമത്തെക്കുറിച്ചും അവന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അവസാനം ഒരു വട്ടം അവൻ തന്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് ഏങ്ങി വീണ്ടും കരയാൻ തുടങ്ങി. ഇപ്പോൾ കരയുന്നത് കൊണ്ട് ഒന്നും നടക്കില്ല സുരേഷ്. സുരേഷ് തന്റെ തലയിൽ കൈവച്ചു. ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട്. ഞാൻ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും. നമ്മളുടെ ഗ്രാമത്തിലേക്ക് പ്രകാശത്തിനെ കൊണ്ടുവരും. പൂജ വളരെ പതുക്കെ എന്തു പറഞ്ഞെന്നാൽ, ഇനി അത് സാധിക്കില്ല സുരേഷ്. അത് അത്ര ഭയങ്കരമായ വെള്ളപ്പൊക്കമാണ്. ഗ്രാമത്തിൽ നിന്നും വരേണ്ടി വന്നു. ഗവൺമെന്റിൽ നിന്നും അധികാരികളൊക്കെ വന്നു.
അവർ എന്തു പറഞ്ഞെന്നാൽ ആ ഗ്രാമം ജീവിക്കാൻ അനുയോജ്യമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ടെന്റിൽ ജീവിക്കുന്നത്. ഈ വാക്കുകൾ വീണ്ടും സുരേഷിനെ വിഷമത്തിലാക്കി. അവന് ഒന്നും മിണ്ടാനായില്ല. അവന്റെ മുഖത്ത് വിഷമവും എന്തോ ചിന്തകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് ദിവസം അവൻ തന്റെ കൂട്ടുകാരോടൊപ്പം ഗ്രാമത്തിനെ പരിചരിക്കുകയായിരുന്നു. പൊട്ടിയ സാധനങ്ങൾ എടുക്കുക, ബാക്കിയുള്ള സാധനങ്ങളെ സൂക്ഷിക്കുക, ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക. പിന്നെ ഒരു ദിവസം രാവിലെ സൂര്യന്റെ ആ മൃദുവായ വെളിച്ചം സുരേഷിന്റെ മുഖത്ത് ഒരു വ്യത്യസ്തമായ പ്രകാശം കൊണ്ടുവന്നു. എനിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് കേട്ടതും പൂജ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ പാരീസിലുള്ള സമയത്തിൽ ഞാൻ ഐഫിൽ ടവർ കണ്ടു. അതിൽ പുതിയതായിട്ട് ഒന്നുമില്ല, പക്ഷേ ജനങ്ങൾ അതിനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നെ വിശ്വസിക്കൂ, അതുപോലെ ടവറിനെ നമ്മളുടെ ഗ്രാമത്തിൽ നമ്മൾ ഉരുവാക്കാം. നകുൽ സമ്മതിച്ചില്ല. നിനക്കെന്താ വട്ടുപിടിച്ചോ? ടവർ ഉണ്ടാക്കാൻ പോകുന്നോ? ഇവിടെ ജനങ്ങൾ ജീവിക്കാൻ പോലും സ്ഥലമില്ലാതെ പോയി. സുരേഷ് ദീർഘശ്വാസം വലിച്ചു. അതാണ് കാര്യം. നമ്മൾ അതുപോലെ ഒരു ഐഫിൽ ടവർ ഉണ്ടാക്കണം. അതിൻ്റെ മുകളിൽ ഗ്രാമം മുഴുവനും ഇരിക്കണം. നമ്മളുടെ ഗ്രാമത്തിൻ്റെ പേര് ഇതായിട്ട് ഉണ്ടാവണം, ഐഫിൽ ടവറിലുള്ള ഗ്രാമം. സുരേഷിന്റെ ശബ്ദത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം കണ്ടിട്ട് പൂജയ്ക്ക് അവളുടെ മുഖത്ത് വിശ്വാസം എന്ന പ്രകാശമുണ്ടായി. ഒരുപക്ഷെ ഇതാണ് നിന്റെ സ്വപ്നമെങ്കിൽ നിന്റെ സ്വപ്നം വിജയിക്കാനായി ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും. സുരേഷ് തന്റെ ഗ്രാമത്തിലെ നനഞ്ഞ മണ്ണ് കയ്യിലെടുത്തു. ആ മണ്ണാണ് അവന്റെ അമ്മയ്ക്ക് എപ്പോഴും പാത കാണിച്ചുകൊണ്ടിരുന്നത്. അവൻ ആദ്യം ആ മണലിനെ ഉണക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അവൻ മരങ്ങൾ പിന്നെ കല്ലുകളുടെ കഷ്ണങ്ങൾ വെച്ച് ഒരു സ്ട്രോങ് ആയ വീട് നിർമ്മിച്ചു. മണ്ണിൽ ഉണക്കി പിന്നെ അത് ചേർത്ത് സ്ട്രോങ് ആയ ഒരു ഭൂമി അവൻ നിർമ്മിച്ചു. അപ്പോൾ ടവർ ഏതൊരു വെള്ളത്തിലും അനങ്ങാൻ പാടില്ലെന്ന് അവൻ കരുതി. അതൊരു സവാലായി എടുക്കാൻ അവൻ തീരുമാനിച്ചു. പാരീസിൽ അവൻ അധ്വാനിച്ച മുഴുവൻ കാശും യാതൊരു വിഷമവും കൂടാതെ ടവർ നിർമ്മിക്കാനായി അവൻ ഉപയോഗിച്ചു. ഇരുമ്പ് വലകൾ, സ്റ്റീൽ സ്ട്രസ്, ഹൈ ഗ്രിൽ ഗോൾസ്, പിന്നെ ചെറിയ വെയിറ്റുള്ള ഫ്രെയിംസ്, ഇതെല്ലാം തന്നെ മലയുടെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഗ്രാമത്തിലെ ജനങ്ങളെങ്കിലും കുറച്ചു സമയം വിശ്രമിക്കും. പക്ഷെ സുരേഷ് വിശ്രമിച്ചതേയില്ല. രാത്രി പകലും ഒന്നിച്ചു ചേർത്ത് ടവർ പതുക്കെ ഉയരാൻ തുടങ്ങി. കുറച്ചാഴ്ചകൾക്ക് ശേഷം ടവർ പാതി കെട്ടിയതും ജനങ്ങൾ ദൂരെ നിന്നും അത് കണ്ട് അതിശയിച്ചു പോയി. പൂജ ആ ടവറിനെ നോക്കിയിട്ട് പതുക്കെ എന്തു പറഞ്ഞെന്നാൽ, ഒരുപക്ഷെ ഇത് കെട്ടിക്കഴിഞ്ഞാലും ഇതിന്റെ മുകളിൽ എങ്ങനെയാ ഗ്രാമം നിർമ്മിക്കുക? പാടം, കൃഷി, വീട്, ഇതൊക്കെ എങ്ങനെ സാധിക്കും? സുരേഷിന്റെ മുഖത്തിൽ ഒരു ചെറിയ ചിരി വന്നു. തീർച്ചയായും നടക്കും. നീ നിന്റെ ധൈര്യത്തിനെ കൈവിടല്ലേ. പിന്നെ ദൈവത്തിനെ വിശ്വസിക്കൂ, തീർച്ചയായിട്ടും എല്ലാം നടക്കും. ടവറിന്റെ ഉയരം മുകളിലോട്ട് പോകും തോറും സുരേഷിന്റെ വിശ്വാസവും കൂടിക്കൊണ്ടേ വന്നു. അവൻ ആ ടവറിന്റെ മുകളിലത്തെ ഭാഗത്ത് സ്റ്റീൽ ഗ്രേഡ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. അതിൽ ലൈറ്റ് ലോക്കിംഗ് ടെക്നിക്കുള്ള മോഡലിൽ വീട് നിർമ്മിച്ചു. ചെറുതായാലും സ്ട്രോങ് ആയത് ഭൂകമ്പത്തിൽ നിന്നും രക്ഷ നേടുന്നത്. മുകളിൽ ഒരു ചെറിയ കൃഷിപ്പാടം നിർമ്മിച്ചു. അതിൽ മണ്ണിന്റെ അത്ഭുതമായ പോർട്ടിപ്പിൾ വിത്തുകൾ വച്ചിരുന്നു. ആ ഗ്രാമത്തിലെ വിത്തുകൾ വളരാൻ തുടങ്ങി. കരയിൽ നല്ലതിനു വേണ്ടി ചെറിയ ഒരു സ്ഥലം സ്ഥാപിച്ചു. അവിടെ വിളച്ചലുകൾ വയ്ക്കാൻ വേണ്ടി കാറ്റിൽ നിന്നും രക്ഷ നേടുന്നത് പോലെ ചെയ്തു. ഈർപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടി പൈപ്പുകൾ നിർമ്മിച്ചിരുന്നു. പിന്നെ താഴെ സോളാർ ലൈറ്റർ ഇട്ടതുകൊണ്ട് ടവർ മുഴുവൻ രാത്രിയിൽ ദിവ്യമായ പ്രകാശമുണ്ടായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ദിവസം എത്തി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ താഴെ ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. ടവർ അവരുടെ കണ്ണുകളിൽ ഒരു പ്രകാശം പോലെ ജ്വലിച്ചുകൊണ്ടിരുന്നു. സുരേഷ്, പൂജ പിന്നെ നകുൽ പടിക്കെട്ടിൽ കയറി മുകളിലോട്ട് ചെന്നു. അവരുടെ പുറകിൽ മുഴുവൻ ഗ്രാമവും, വയസ്സായവർ, സ്ത്രീകൾ, കുട്ടികൾ വലിയ വിശ്വാസത്തോടെ പുറകിലോട്ട് ചെന്നു. അവരെല്ലാരും മുകളിലേക്ക് ചെന്നതും എല്ലാരും വളരെ അതിശയത്തോടെ നോക്കി. മുകളിൽ ഒരു യഥാർത്ഥ ഗ്രാമമുണ്ടായിരുന്നു. പാടമുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, കൃഷിയുണ്ടായിരുന്നു, വെള്ളത്തിന് ടാങ്ക് ഉണ്ടായിരുന്നു, സോളാർ വെളിച്ചമുണ്ടായിരുന്നു. പിന്നെ കാറ്റത്ത് ആ ഗ്രാമത്തിന്റെ അതേ പഴയ മൺവാസനയുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ചിരിച്ചുകൊണ്ട് ഓടി. വയസ്സായവരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. സ്ത്രീകളൊക്കെ വണങ്ങിക്കൊണ്ട് നിന്നു. പൂജ പതുക്കെ എന്തു പറഞ്ഞെന്നാൽ, സുരേഷ്, നീ നടക്കാത്ത കാര്യം നടത്തി കാണിച്ചിരിക്കുകയാണ്. സുരേഷ് ആകാശത്തിനെ നോക്കാൻ തുടങ്ങി. അവിടെ എവിടെയോ നിന്ന് അവന്റെ അമ്മയുടെ കണ്ണുകൾ അവനെ നോക്കുന്നത് പോലെ തോന്നി. കുറച്ചു മാസങ്ങൾക്കകം ഈഫിൽ ടവറിലെ ഗ്രാമം, ഇന്ത്യ മുഴുവൻ അത് വളരെ ഫേമസ് ആയി മാറി. ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. ടവറിന്റെ താഴെ നിന്നും അതിന്റെ എഡ്ജ് വരെ ഫോട്ടോസ് എടുക്കാനും തുടങ്ങി. ഗ്രാമത്തിലെ പാടത്ത് ചുറ്റി അവിടെയുള്ള വീടുകൾ നോക്കി വീട്ടിൽ നിന്നും ചായ കുടിക്കും. പിന്നെ അതിശയത്തോടെ പറയും, ഇതുപോലെ ലോകത്തിൽ എവിടെയും ഇല്ല എന്ന്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഇപ്പോൾ ടെന്റിലല്ല, ആകാശത്തിന് തൊട്ട് താഴെയാണ് അവർ ഉള്ളത്.
ശുദ്ധമായ കാറ്റ്, വെളിച്ചം, സന്തോഷം എല്ലാം അവർക്കുണ്ടായിരുന്നു. ലോകത്തിൽ വെച്ച് ഈ ഒരു സ്ഥലം ഒരു അതിശയിപ്പിക്കുന്ന അടയാളമായി മാറി. ഒരു മകന്റെ അധ്വാനം, ഒരു അമ്മയുടെ സ്വപ്നം, ഒരു ഗ്രാമത്തിന്റെ വിശ്വാസത്തിനുള്ള അടയാളം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുരേഷ് അതിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. അമ്മേ, നിങ്ങളുടെ ഗ്രാമം ഇപ്പോൾ ഇരുട്ടത്തില്ല. ചില സമയങ്ങളിൽ സ്വപ്നം നിറവേറ്റുക എന്നത് ലോകത്തിനെ നോക്കുന്നതല്ല, അതിനു പകരം തന്റെ ഗ്രാമത്തിനെ ഈ ലോകം മുഴുവൻ തിരിഞ്ഞു നോക്കാൻ വെക്കുന്നതാണ്.